നമസ്കാരം. കലയപുരത്താണ്. കലയപുരത്ത് ഇപ്പോൾ ഒരു കാറിൽ, ഒരു ഹോട്ട സിറ്റി കാറാണ്. ആ കാറിൽ ഒരാളെ ഇപ്പോൾ മരണപ്പെട്ട നിലയിൽ കാണുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാറിന്റെ നമ്പർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. KL 26K6299 എന്നതാണ് കാർ. ഈ കാറിലാണ് ഇപ്പോൾ ഒരാളെ ഇപ്പോൾ മരിച്ച നിലയിൽ കാണുന്നു എന്ന് അറിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഒന്നാമത് ഇരുട്ട് പ്രദേശമാണ്. ഈ ഭാഗത്ത് മറ്റ് തെരുവുകളൊന്നുമില്ല. പെട്രോൾ പമ്പിന് സമീപത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും വലിയൊരു വിവരം ഉടനെ വലിയൊരു ആൾക്കൂട്ടം ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആളിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ കലയപുരം പെട്രോൾ പമ്പിന് തൊട്ട് മുൻവശത്തായിട്ട്, പെട്രോൾ പമ്പിന്റെ എതിർവശത്തായിട്ടാണ് ഇപ്പോൾ ഒരു കാറിന്റെ നമ്പർ ഇതാണ്. ഈ കാറിനുള്ളിലാണ് ഇപ്പോൾ ഒരാളെ ഇപ്പോൾ ഈ മരിച്ച നിലയിൽ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ചലനമറ്റ വാഹനത്തിനുള്ളിലാണ് ഉള്ളത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ, കൊട്ടാരക്കരയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ വലിയൊരു സംഘം പോലീസുകാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഫോറൻസിക് വിദഗ്ധരൊക്കെ സമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കാറിനുള്ളിലാണ്, ഇടത്തെ സൈഡിലായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആളുടെ ഒരു ദൃശ്യം ഇപ്പോൾ വ്യക്തമാകുന്ന. ഏതായാലും കൊട്ടാരക്കരയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും മറ്റു വിവരങ്ങൾ, ഇതിന്റെ തുടർ വിവരങ്ങൾ, എപ്പോഴാണ് ഈ വാഹനം ഇവിടെ എത്തിയതെന്നോ എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളതെന്നോ എന്ന് മനസ്സിലാക്കട്ടെ. ഏതായാലും പോലീസ് സംഘം ഇപ്പോൾ വാഹനം പരിശോധിക്കുകയാണ്. ഏതായാലും കൊട്ടാരക്കരയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഇപ്പോൾ ഈ റോഡരികിൽ, ഇപ്പോൾ MC റോഡിന് സമീപത്തെ ഇതിന്റെ തുടർ നടപടിക്രമങ്ങൾക്കായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വാഹനത്തിലാരും ടച്ച് ചെയ്തിരുന്ന പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇപ്പോൾ വിവരം ഇപ്പോൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ വരുന്നതിന് ശേഷം മാത്രമേ വാഹനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങാടിക്കൽ സ്വദേശിയാണെന്ന് പറയപ്പെടുന്നു. അങ്ങാടിക്കൽ സ്കൂളിലെ അധ്യാപകനാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാറിനുള്ളിൽ മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ഏതായാലും കൊട്ടാരക്കരയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തി ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. അങ്ങാടിക്കൽ അദ്ദേഹത്തിന്റെ വാർഡംഗം ഉൾപ്പെടെ ഉള്ള സ്ഥലത്തെത്തി ഇപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആളുകൾ പറയുന്നത്. ഉച്ചമുതൽ ഈ സമയം വരെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ സ്വാഭാവികമായിട്ട് ഈ വണ്ടി ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുന്നൊരു ഏരിയയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും സംശയം വണ്ടി പാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു ധാരണയിലാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ഇത്രയും സമയമായപ്പോഴാണ് ആൾക്ക് ഇതിലെ വന്നവർക്ക് സംശയം വന്ന് നോക്കുമ്പോൾ ആൾ മരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പോലീസിനെ വരുത്തി, പോലീസ് വന്നു. ഇനി അവർ ഫോറൻസിക്കാർ വന്ന് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ നിയമപരമായി ചെയ്യാൻ പറ്റും. അങ്ങാടിക്കൽ സ്കൂളിൽ അധ്യാപകനാണെന്നാണ് ഇതുവരെയുള്ള അതിനകത്ത് ഒരു കാർഡിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ ഉടനെ എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു വല്ലാത്ത സംഭവമായി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഇനി പോലീസിൻ്റെ അന്വേഷണത്തിൽ അറിയാൻ പറ്റും. നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടായിരിക്കാം. അതുകൊണ്ട് വണ്ടി പാർക്ക് ഒതുക്കി നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങാൻ ശ്രമിച്ചായിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഒരു സംശയം. എതിർവശത്താണ് കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഇത് വാർത്തയറിഞ്ഞുകൊണ്ട് വളരെയധികം ജനങ്ങൾ ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേടിക്കൽ സ്വദേശി 51 വർഷമുള്ള അധ്യാപകനായ മണികണ്ഠൻ എന്നാണ് ആള്. അങ്ങാടിക്കൽ സ്കൂളിലെ അധ്യാപകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രദേശത്തു നിന്നുള്ള ബന്ധുക്കളും വാർഡംഗങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തുകയാണ്. ഇതിൽ കഴിയുന്ന ഉച്ചതൊട്ടേ വാഹനം ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കൊടുവണ്ണ അങ്ങാടിക്കൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ. ഇപ്പോഴത്തെ നടപടിക്രമം എങ്ങനെയായിരുന്നു? ഇനി അങ്ങോട്ട് ഇനി അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ബോഡി എത്തിക്കാനുള്ള ക്രമീകരണമാണ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിച്ച് കൺഫേം ചെയ്യാനാണ്. അതെ, അവിടെ എത്തിച്ചു. ഇനി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക്, പ്രാഥമികമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. സ്കൂളിലെ അധ്യാപകനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ ഈ വണ്ടി നമ്പരും എനിക്ക് പറക്കോട് ഉള്ള ഒരു ബന്ധം വെച്ച് ഞാനിത് അന്വേഷിച്ചപ്പം അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള അധ്യാപകനാണ് അദ്ദേഹം. അവരുടെ മുത്തൂറ്റ് ബാങ്കിലെ മാനേജർ ആയിട്ട് നമ്മളാണ് ബന്ധപ്പെട്ടത്. അപ്പം ഈ വണ്ടി നമ്പരും ഈ പേരും കണ്ടപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് ബന്ധുവാണെന്ന് പറഞ്ഞു.
അപ്പോൾ അവരുടെ പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട കക്ഷികളെല്ലാം കൂടെ ബന്ധുക്കളെല്ലാം കൂടെ അവിടെ തിരിച്ചിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ മരണത്തിനകത്തുള്ള ഒരു ദുരൂഹമായി നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ കണ്ടില്ല, നമ്മളിവിടെ ഒന്നും അറിഞ്ഞു കേട്ട് വന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും കണ്ടപ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായി കാണും. അദ്ദേഹം പമ്പിൽ കയറി പെട്രോൾ അടിച്ചു എന്നാണ് ഇപ്പം ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പെട്രോൾ അടിച്ചതിന് ശേഷം വണ്ടി ഒതുക്കിയതിന് ശേഷം അദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്ന് വിശ്രമിക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥത സഹിക്കാൻ വന്നപ്പം വിശ്രമിക്കുകയോ എല്ലാം ചെയ്തതാകാം. എന്തായാലും വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. നല്ലൊരു ചെറുപ്പക്കാരൻ, അധ്യാപകൻ, സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു വേദന അത് നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കെ വേദനയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ പറക്കോട് നിന്നും ഇപ്പോൾ കലയപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളാണ് വിവരം അറിഞ്ഞത്. കാര്യം ഇദ്ദേഹം ഒരു അധ്യാപകനാണ്, അങ്ങാടിക്കൽ സ്കൂളിലെ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നതോടുകൂടി നിരവധി ആളുകൾ ഈ വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ കാണാം. ഏതായാലും വലിയൊരു ജനാവലിയാണ്. ആദ്യമേ ആളിനെ തിരിച്ചറിഞ്ഞില്ല, പിന്നീടാണ് ആളിനെ തിരിച്ചറിയുകയും ബന്ധുക്കളെ അറിയിക്കുകയും ഇപ്പോൾ ബന്ധുക്കൾ സ്ഥലത്തെത്തി ഇപ്പോൾ ഈ കാറിൽ നിന്നും ഇദ്ദേഹത്തെ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഏതായാലും കൊട്ടാരക്കരയിൽ നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്തുണ്ട്. ബാക്കി കുറച്ചു പേരെ ഒന്ന് തുറന്നിട്ട് ഒരാൾ തല താങ്ങണം, കാറ് വെറിയിലോട്ട് ഇറങ്ങത്തക്ക നമ്മളൊരാളെ ഇറങ്ങത്തക്കല്ലേ അതുപോലെ കണ്ട് ലോകി